വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മോർണിംഗ് റൊട്ടീനായിട്ടാണ്. ഉണ്ണിക്കണ്ണൻ്റെ സ്കൂളുള്ള ദിവസത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ കാണാം. 7 മണിയായിട്ടുണ്ട്. ഇന്ന് ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഉണ്ണിക്കണ്ണൻ സ്കൂളിൽ പോകുന്ന ദിവസമാണ് കേട്ടോ. മറ്റുള്ള സ്കൂളൊക്കെ നേരത്തെ തുടങ്ങുമെങ്കിൽ ഇവരുടെ സ്കൂള് ഇന്ന് തൊട്ടാണ് തുറക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച. അപ്പോൾ ഇന്നവന് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എണീറ്റ് ഒന്ന് ഫ്രഷായി ബ്രഷൊക്കെ ചെയ്തു. എന്നിട്ട് നേരെ ഒരു കാപ്പി കുടിക്കാനായിട്ട് പോയി. എനിക്കിങ്ങനെ കാപ്പി കുടിക്കുന്ന ശീലമൊന്നുമില്ല, പക്ഷേ ഇന്ന് കാപ്പി കുടിക്കാൻ തോന്നി. ഒരുപാട് രാവിലെ ഒന്നും എഴുന്നേൽക്കത്തില്ല കേട്ടോ. എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല, കാരണം അവന് ഒരു 10:45-11 മണിക്കൊക്കെ പോയാൽ മതി. പിന്നെ എനിക്ക് രാവിലെ എണീറ്റ് അലർജിയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഒരുപാട് രാവിലെ ഞാൻ എണീക്കാറേ ഇല്ല. ഇന്ന് രാവിലെ നമുക്ക് ദോശയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കാം. ചമ്മന്തി നല്ല തേങ്ങയിൽ നല്ല കാന്താരി മുളകൊക്കെ വെച്ച് അരച്ച ചമ്മന്തിയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കാം. മിസോറാമിലായിരുന്നപ്പം എനിക്ക് എന്തായാലും 5 മണിക്ക് എണീക്കേണ്ടി വരുമായിരുന്നു. അന്ന് അവന് 6:45 സ്കൂളിൽ പോകണം. അപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റേ പറ്റൂ. അവിടെയാണെങ്കിൽ തണുപ്പൊക്കെ ഉള്ള കാലം ഫുള്ള് മൂടി അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എണീക്കുന്നത്. തുമ്മൽ തുടങ്ങിയാൽ നിർത്താൻ പറ്റത്തില്ല, അതാണ് അവസ്ഥ. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു ആശ്വാസമുണ്ട്, രാവിലെ എണീക്കണ്ട, അപ്പം അതൊക്കെ എണീറ്റാൽ മതി. അപ്പോൾ ചമ്മന്തിയൊക്കെ റെഡിയായി. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ നമ്മുടെ അരി അടപ്പയിടാൻ വേണ്ടി വെള്ളം വെച്ചു. അരി അടപ്പിട്ടു. അതൊക്കെ ഒരു വശത്തോടെ നടന്നു. രാവിലെ അവനെ ഉണർത്തി എല്ലാം ചെയ്ത് വിടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ജോലി. വീടൊക്കെ തൂത്തിട്ട് ഇനി അവനെ എനിക്ക് ഉണർത്താനായിട്ട് പോകണം. നല്ല ഉറക്കമാണ് ആൾ. ഇനിയിപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞ് സ്കൂളിൽ പോകുന്നതിൻ്റെ കുഞ്ഞൊരു മടിയും കാണും. അപ്പോൾ വാ, അവനെ ഉണർത്തിയിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് വിടാം. ഇനി ഇവൻ സ്കൂളിൽ പോകുന്നവരെ ഇവിടെ ഒരു യുദ്ധമാണ്. തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ആളെ ബ്രഷ് ചെയ്യാനായി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ബ്രഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പോഴേക്കും തുണി കഴുകാനുള്ളതൊക്കെ ഒന്ന് മെഷീനകത്തോട്ട് ഇട്ട് വെക്കാം. ബെഡ്ഷീറ്റും പിന്നെ അവനിട്ടേക്കുന്ന തുണിയൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴുകണം. അതുകൊണ്ട് ഇപ്പോഴും ഓണാക്കുന്നില്ല. അത് വെച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും അവൻ ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവനെ കുളിപ്പിക്കണം. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അവൻ സെറ്റായിട്ടുണ്ട്. ഇനി അവൻ്റെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ രാത്രി തന്നെ ടെക്സ്റ്റൊക്കെ എടുത്ത് വെച്ചിരുന്നു. പിന്നെ ടേബിളിൻ്റെ മുകളിൽ അവൻ ഹോംവർക്ക് ചെയ്തതിൻ്റെ ഒരു ബുക്ക് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ എടുത്ത് വെച്ചിട്ട് ബാഗെല്ലാം ഒന്ന് നോക്കി. യൂണിഫോം ഞാൻ ഇന്നലെ തന്നെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഓക്കെയാണ്. ഇനി അവനെ കഴിക്കാൻ കൊടുക്കണം. കഴിക്കാൻ കൊടുത്തിട്ട് അവൻ്റെ ലഞ്ച് ബോക്സും ഒക്കെ ഒന്ന് ശരിയാക്കി ഓക്കെ ആക്കണം. അപ്പോൾ അവന് ദോശയും ചമ്മന്തിയൊക്കെ കൊടുത്തിട്ട് ഇനി അവന് വെള്ളവും പിന്നെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ശരിയാക്കണം. അപ്പോൾ അവൻ കഴിക്കട്ടെ. ഞാൻ പോയി വെള്ളം ആദ്യം നിറച്ച് വെച്ചു. അവൻ ഇന്ന് ദോശ തന്നെയാണ് കേട്ടോ കൊടുത്തുവിടുന്നത്. അപ്പോൾ 2 ദോശയും ചമ്മന്തിയാണ് കൊടുത്തുവിടുന്നത്. ചോറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്, പക്ഷെ അവൻ ചോറ് കൊണ്ടുപോകത്തില്ല. പോയുന്ന ദിവസം അതേപോലെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ദോശയാകുമ്പോൾ പിന്നെയും കഴിക്കും. അതുകൊണ്ടാണ് ഈ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തു വിടുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ് കൊണ്ടുപോകുന്ന ദിവസം മിക്കവാറും അവൻ അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ കഴിക്കുന്ന എന്തെങ്കിലും കൊടുത്തു വിടുന്നതിലേ നല്ലത്. ഭയങ്കര മടിയാട്ടോ ഫുഡ് കഴിക്കാൻ. അതുകൊണ്ടാണ് ദോശ കൊടുത്തു വിടുന്നത്. പിന്നെ സ്നാക്സിന് നമ്മളിന്ന് പക്കാവടയാണ് കൊടുത്തു വിടുന്നത്. സ്നാക്സ് കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇവന് നല്ല ദൂരമുണ്ട്. വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ വിശക്കുമ്പം കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബാഗിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്.
യൂണിഫോം രാത്രിയിൽ തേച്ച് വെച്ചുകൊണ്ട് പിന്നെ ആ ഒരു പണിയില്ല. ഇനിയിപ്പോൾ യൂണിഫോമൊക്കെ അവൻ ഇട്ടോളും. പിന്നെ നമ്മൾ ബെൽറ്റും അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. ക്യാമറ കണ്ടതിൻ്റെ നാണവും അഭിനയവുമാണ് കാണുന്നത്. അവന് ഡ്രസ്സ് മാറുന്ന സമയം കൊണ്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കുടഞ്ഞ് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു. ക്യാമറ കണ്ടതിൻ്റെ പ്രാസനമാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ അത് നടന്നു. ഇതിനിടയ്ക്ക് തന്നെ അവൻ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവന് സെക്കൻഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ 12 മണി കഴിഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 10:45 11 മണിയൊക്കെ ആകുമ്പോഴേ അവന് വണ്ടി വരത്തുള്ളൂ. അങ്ങനെ പോയി വരുമ്പോൾ 7 മണിയാവും വൈകിട്ട് രാത്രി. അപ്പോൾ അങ്ങനെയാണ്. അതൊരു ബുദ്ധിമുട്ടാണ് ഈ സന്ധ്യയാകുമ്പോൾ വരുന്നത്. പിന്നെ ദൂരമാണ്, അതാണ് അടുത്തത്. അവനങ്ങനെ സ്കൂളിൽ പോകാനുള്ള മടിയൊന്നുമില്ല കേട്ടോ. എണീക്കുമ്പോൾ ഒരു ഇത് കാണിക്കുമെങ്കിലും അങ്ങ് പൊക്കോളും. അങ്ങനൊരു കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എന്നെപ്പോലെ ചെറുതായിട്ട് അലർജിയുടെ ഇതൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തുമ്മലും അങ്ങനെയൊക്കെ. ഇടയ്ക്ക് വെച്ച് നല്ല കഫക്കെട്ടായിട്ട് 2 ആഴ്ചയോളം സ്കൂളിൽ പോകാൻ പറ്റിയതേ ഇല്ല. എല്ലാ ദിവസവും ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇപ്പോൾ അതൊന്നും മാറിയിട്ടേ ഉള്ളൂ. വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങുകയാണ്. ദൈവത്തിനറിയാം ഇനി എന്തൊക്കെയാണെന്ന്. പുതിയ ബാഗും പുതിയ ഷൂ ഒക്കെ ഉണ്ടായതുകൊണ്ട് ആൾ കുറച്ച് ഹാപ്പി ആയിട്ടാണ് ഇന്നിരിക്കുന്നത് കേട്ടോ. അപ്പം പണ്ട് നമ്മളിതുപോലെ അല്ലായിരുന്നോ, പുതിയ ബാഗ്, കുട, ബുക്കുകളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് എല്ലായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരങ്ങനെയല്ല. നമുക്ക് വർഷത്തിൽ ഒരു വട്ടം എങ്ങാനും കിട്ടിയാൽ കിട്ടി ബാഗൊക്കെ അല്ലേ. പക്ഷേ ഇപ്പോഴോ ഇവനിത് 2ാമത്തെയാണ് ഈ വർഷത്തെ കേട്ടോ. വാങ്ങിച്ചു കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. ബാഗ് കീറിപ്പോയി. ഷൂ ആണെങ്കിൽ അടിയിൽ മൊത്തം നല്ലൊരു ഓട്ടയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആക്കി. പണ്ടത്തെയൊക്കെ നമ്മുടെയൊക്കെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഭയങ്കര ലക്കിയല്ലേ ഇപ്പോഴത്തെ പിള്ളേരല്ലേ. അവർക്കൊന്നിനും ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വർഷത്തിലൊക്കെ ഒരു ബാഗ് കിട്ടിയാലായി. ചിലപ്പം കഴിഞ്ഞ വർഷത്തെ തന്നെ പിറ്റേ വർഷം കൊണ്ടുപോകും. അങ്ങനെയൊക്കെയായിരുന്നു. പുതിയ ബാഗൊക്കെ ആയിട്ട് സ്കൂളിൽ പോവാണ്. റെഡിയായിട്ട് നിൽക്കി. ഇനി എനിക്ക് ദോശ ചുട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം തന്നെ 10 മണി കഴിഞ്ഞു. ഇവന് സ്കൂളിൽ പോകുന്ന ദിവസം ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് ഫുഡ് കഴിക്കാറ്. അപ്പം ഞാനിപ്പോൾ നല്ല ചൂടോടെ ദോശ ചുട്ട് ചമ്മന്തി കൂട്ടി കഴിക്കുകയാണ്. ഞാൻ ചുടുമ്പോൾ തന്നെ അന്നേരം തന്നെ തിന്നുകയാണ് കേട്ടോ. അങ്ങനെ തിന്നാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടോ? അതായത് ദോശ ചുട്ട് അന്നേരം തന്നെ ചമ്മന്തി ഒഴിച്ച് ചൂടോടെ കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ് അത്. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചുടുക കഴിക്കുക അങ്ങനെ ചുട്ട് കഴിഞ്ഞ് ഞാൻ ഇനി വന്നിരുന്ന് കഴിച്ച ശേഷം ഞാൻ അവനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ. ഇപ്പം 10:45 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളങ്ങോട്ട് നടക്കുകയാണ്. നടക്കാൻ ഒരുപാടൊന്നുമില്ല, കുറച്ചങ്ങോട്ട് പോയാൽ മതി. വണ്ടി നമുക്ക് അടുത്ത് വരും. പണ്ടൊക്കെ നമ്മൾ നടക്കുന്നത് ഓർക്കുമ്പോൾ എന്താണല്ലേ ഇപ്പോൾ. പിള്ളേർക്കൊന്നും നടക്കുകയൊന്നും വേണ്ട. പണ്ടിങ്ങനെ സ്കൂളിൽ പോകുമ്പം വഴി കാണുന്ന എല്ലാം പറക്കി കാര്യം പറഞ്ഞ് പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ചൊരു പോക്ക്, അതെന്തൊരു രസമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ അതൊക്കെ ഓർക്കാൻ പോലും ഇല്ല. അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ല. വാതിക്കെ വണ്ടി വരും, നിർത്തും, അതിൽ കയറും, പോവും, തിരിച്ചതുപോലെ വരും, പിന്നെ അങ്ങനെ പോവും. അത് തന്നെ. അല്ലാതെ അവർക്ക് എന്തോ ഒരു ഓർമ്മ ഇതൊക്കെ അല്ലേ. അപ്പം ഞാൻ ഇവിടെ ഒരു ചെടി കണ്ടോ. പണ്ട് നമ്മൾ ചോരയാണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കത്തില്ലായിരുന്നു. അത് കണ്ടിപ്പം ഞങ്ങൾ 2 പേരും പറിച്ച് അവരുടെ ചെടി കണ്ടില്ല. നമ്മളതൊക്കെ എടുത്ത് പണ്ട് പിള്ളേരെയൊക്കെ കളിപ്പിക്കത്തില്ലായിരുന്നോ, ചോരയായോ എൻ്റെ കൈ മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അവനെ ഞാൻ സ്കൂളിൽ വിട്ടു. വണ്ടി വന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവനെ കൊണ്ട് വിട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ വന്നു. വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ പൈപ്പ് ലൈനിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ചെടിക്കൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന്. അങ്ങനെ ചെടിക്കൊക്കെ നനച്ചു. ഇനി നമുക്ക് കുറച്ച് ജോലിയുള്ളതെന്ന് വെച്ചാൽ തുണി കഴുകിയിട്ടുണ്ട്, അത് വിരിക്കണം. അങ്ങനെ കുറച്ച് കുഞ്ഞു പരിപാടി. പിന്നെ കുളിക്കണം, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അവൻ പോകുന്ന ദിവസം രാവിലെ ഒരു ഓട്ടമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു.